ഒരു മനുഷ്യന് ജീവിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ചില ടൂൾസുകളിൽ ഒരു ടൂളാണ് സാമ്പത്തികമെന്ന് പറയുന്നത്. ദൈവം എന്നെ വിളിച്ചു, ഞാൻ വന്നതുകൊണ്ട് ദൈവം എനിക്ക് വേണ്ടി വച്ചിരുന്ന നന്മകൾ എനിക്ക് കിട്ടി. ദൈവം നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചു. പക്ഷെ നിങ്ങൾ ക്ഷണിച്ചപ്പോൾ നിങ്ങൾ എക്സ്ക്യൂസ് പറയുക. വിശുദ്ധ മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം എടുത്ത ഒരാൾക്ക് വായിക്കാം. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ആ സന്ദേശത്തിന് മുൻഭാഗം വായിച്ചാലേ എന്തൊക്കെ നമുക്ക് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഞാൻ ഓടിച്ചൊന്ന് പറഞ്ഞു കൊള്ളപ്പെടട്ടെ. ദൈവരാജ്യം കുറച്ച് നാളായി നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് അതാണ്. ശരീരം കൊണ്ട് നമ്മളെല്ലാവരും ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്താണ് എങ്കിലും നമ്മൾ ആത്മാവ് കൊണ്ട് ദൈവത്തിൻ്റെ ഭരണത്തിനകത്താണ്. ഹല്ലേലൂയ. ശരീരം കൊണ്ട് നമ്മൾ ഈ ഭരണത്തിൻ്റെ കീഴിലാണ്, എന്നാൽ ആത്മാവ് കൊണ്ട് ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലേക്ക് വരുന്നതിനെയാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക. സ്വർഗരാജ്യം അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ചല്ല ഞാനിവിടെ പറഞ്ഞത്, ദൈവരാജ്യത്തിലേക്ക്. ആക്ച്വലി ഞാനിന്ന് ദൈവരാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലാണ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ടാക്സ് കൊടുക്കുന്നു, ഞാനിവിടെ ജീവിക്കുന്നു, ഞാനിവിടുത്തെ നിയമങ്ങളെല്ലാം അംഗീകരിക്കുന്നു. പക്ഷേ ഞാൻ ആത്മാവ് കൊണ്ട് ദൈവത്തെ അനുസരിക്കുന്നു, ഞാൻ ആത്മാവ് കൊണ്ട് ദൈവത്തെ ഫോളോ ചെയ്യുന്നു, ഞാൻ ആത്മാവ് കൊണ്ട് ദൈവത്തെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവരാജ്യത്തിനകത്ത്. സ്തോത്രം. നിങ്ങളും ഇതുപോലെ ഇന്ന് ഗവൺമെൻറ് റൂൾ അനുസരിച്ചല്ല നിങ്ങളിവിടെ വന്ന് കൈയടിക്കുന്നത്, നിങ്ങളിവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്, നിങ്ങളിവിടെ വന്ന് ആരാധിക്കുന്നത്. നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ പ്രവചകളായതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട്, ആരാധനയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട്. ഗവൺമെൻറ് റൂൾ അനുസരിച്ചാണ് നിങ്ങൾ വോട്ടവകാശം ഉള്ളത് കൊണ്ട് വോട്ടിടാനായിട്ട് കടന്നു പോയത്. ഗവൺമെൻറ് റൂൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ID കാർഡും പാസ്പോർട്ടും ഇതൊക്കെ നിങ്ങൾ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഗവൺമെൻറ് റൂൾ. പക്ഷേ ദൈവത്തിൻ്റെതായിട്ടുള്ള നിയമത്തിനകത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ചില കാര്യാദികളുണ്ട്. നമ്മുടെ ഫാസ്റ്റിങ്, നമ്മൾ ഉപവാസം എടുക്കാറുണ്ട്. അതൊരിക്കലും നമ്മളുടെ ഗവൺമെൻറ് റൂളല്ല, അത് ദൈവരാജ്യത്തിനകത്തുള്ള ലോയാണ്. നമ്മളത് ചെയ്യുന്നുണ്ട്. ഞായറാഴ്ച ജോലിക്ക് പോകാൻ പാടില്ല, അന്ന് ദൈവത്തെ ആരാധിക്കണം എന്നുള്ളത് അത് എവിടുത്തെ റൂളെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ്റിൻ്റെ റൂളല്ല, അത് ദൈവരാജ്യത്തിൻ്റെ റൂൾ ആകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം ലഭിച്ചു. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് കർത്താവ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയും എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് 27 മുതൽ വായിക്കുന്ന സമയത്തിൽ വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് 1 മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിനും. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിലൊന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിച്ചിരിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വക ഒക്കെ ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. അപ്പോൾ എന്ത് നമ്മൾ കഴിക്കും, എന്ത് നമ്മൾ കുടിക്കും, എന്ത് നമ്മൾ ഉടുക്കും എന്നുള്ളതിനെക്കുറിച്ച് വിചാരപ്പെടരുത്. ഇതെല്ലാം ജാതികൾ അന്വേഷിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ എന്തൊക്കെയാണെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട്, ദൈവം അതെല്ലാം അറിയുന്നത് കൊണ്ട് നമുക്ക് ക്രമീകരിക്കും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. ഇവിടെ ഉടുക്കുന്നതിനെക്കുറിച്ചും കുടിക്കുന്നതിനെക്കുറിച്ചും കഴിക്കുന്നതിനെക്കുറിച്ചും എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ ഭാവിയെക്കുറിച്ച് നമ്മൾ വിചാരപ്പെടരുത്, നാളെയെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടരുത്, നാളെയെക്കുറിച്ച് നമുക്കൊരാശങ്കാജനകമായ അനുഭവം പാടില്ല. ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കുന്ന ഒരു വ്യക്തി ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള നിയമസംഹിതകൾ അനുസരിച്ച് നമ്മൾ പോകുന്നു എങ്കിൽ നമുക്കതെല്ലാം സ്വത്രം ദൈവം വ്യക്തമായി നൽകപ്പെടും എന്നുള്ളതിന് സംശയമില്ല. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 59, 60, 61, 62 വാക്യങ്ങൾ നമ്മൾ വായിക്കപ്പെടുമ്പോൾ ഇങ്ങനെ ദൈവരാജ്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. വേറൊരുവനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാറേ അവൻ ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. അവൻ അവനോട് മരിച്ചവർ തങ്ങളെ
തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിട്ടിട്ട് നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. ഇവിടെ കർത്താവ് ദൈവരാജ്യം പ്രസംഗിക്കുവാൻ അല്ലെങ്കിൽ ദൈവരാജ്യവുമായി ബന്ധത്തിൽ ഇവിടെ പറയുന്ന ഒരു ഭാഗമാണ്. ഒരു വ്യക്തിയെ വിളിച്ചു. ലൂക്കോസ് സുവിശേഷം 9 കടക്കുന്ന സമയത്തിൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയപ്പെടും. 9 അധ്യായത്തിൽ വ്യക്തമായി കർത്താവ് കുറിച്ച് ഉപമകളെല്ലാം വളരെ വ്യക്തമായിട്ട് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ആ ഉപമയോടുള്ള ബന്ധത്തിൽ തന്നെ കർത്താവ് എഴുതിയിരിക്കപ്പെടുന്നത് സ്തോത്രം ദൈവരാജ്യം 2 വാക്യത്തിൽ ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു. അപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഉത്തരവാദിത്വവും ഭാഗവും എന്ന് പറയപ്പെടുന്നത്. സ്തോത്രം. അങ്ങനെ കർത്താവ് ഈ ഭാഗത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഭാഗം എന്ന് പറയപ്പെടുന്നത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അയക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒരാളെ വിളിക്കപ്പെടുന്നു. ലൂക്കോസ് 9:51 വേറൊരുത്തനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ സമയത്തിലേക്ക് അവൻ എക്സ്ക്യൂസുകളെല്ലാം പറഞ്ഞ് അതിൽ നിന്ന് മാറി എന്നുള്ളത്. 58 യേശുവനോട് കുരുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതികൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ലാന്ന്. വേറൊരുത്തനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അവൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. ഇവിടെ ദൈവസന്നിധിയിലേക്ക് ദൈവം ചിലരെ ആകർഷിക്കുന്നു. ഞാൻ പറയട്ടെ, പരിശുദ്ധ ആരാധനയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇന്നേ ദിവസത്തിൽ ദൈവം നിങ്ങളോട് പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുക, ഞായറാഴ്ചയല്ലേ, ഇന്ന് നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഞാൻ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. ഇവിടെ ദൈവം നമ്മളെ വിളിക്കുമ്പോൾ അതിന് പ്രാതിനിധ്യം കൊടുക്കണമെന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കർത്താവ് നമ്മളെ ആരാധിക്കാൻ വിളിക്കുമ്പോൾ, ദൈവവുമായിട്ടുള്ളൊരു നല്ലൊരു ബന്ധത്തിലേക്ക് നമ്മൾ ഇരിക്കാൻ വിളിക്കുമ്പോൾ നമ്മൾ അതിന് കൊടുക്കേണ്ടതായിട്ടുള്ള പ്രാതിനിധ്യം ദൈവസന്നിധിയിൽ നമ്മൾ കൊടുക്കണം. വേറൊരുത്തരോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അവൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന്. 60 വാക്യം അവനോട് മരിച്ചവർ തങ്ങളെ തന്നെ കുഴിച്ചിട്ട് നീ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. മറ്റൊരു പത്തനും കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കുക, ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. 62 വാക്യം യേശു അവനോട് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകിലോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. ഇവിടെ ഒരാൾ പറഞ്ഞു അനുവാദം ചോദിച്ചേച്ചു വരട്ടെ, മറ്റൊരാൾ പറഞ്ഞു ഒരു അടക്ക ശുശ്രൂഷയിൽ പങ്കെടുത്തേച്ചു വരട്ടെ. 2 പേരോടും കർത്താവ് പറഞ്ഞത് കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകിലേക്ക് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. അപ്പം ഇത് ദൈവരാജ്യത്തിൻ്റെ ഒരു റൂളാണ്. കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകിലേക്ക് നോക്കുന്നവൻ കൊള്ളാകുന്നവനല്ല. കലപ്പയ്ക്ക് കൈവച്ചതിന് ശേഷം പുറകിലേക്ക് നോക്കരുത്. എന്താണ് ഇവിടെ കുഴിച്ചിടുക? അപ്പോൾ ഒരു അടക്ക ശുശ്രൂഷയ്ക്ക് ഞങ്ങൾ പോകട്ടെ എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു അതിന് വേറെ ആൾക്കാരുണ്ട്, അവരത് ചെയ്യട്ടെ, പക്ഷെ നീ എന്നെ അനുഗമിക്കുക. അപ്പോൾ നമുക്ക് ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരു മരണം സ്വാഭാവികമാണ്. ആരാധന മുടക്കി പോകാൻ വ്യവസ്ഥയില്ല എന്നാണ് അർത്ഥം. കർത്താവ് നമ്മളെ അനുഗമിക്കാൻ പറയുമ്പോൾ നമ്മളതിൽ പങ്കെടുക്കണം. നമുക്ക് വേണ്ടപ്പെട്ടവരുടെ കൂട്ടായ്മയ്ക്കകത്ത് നമ്മൾ സഹകരിക്കണം, അവരുടെ ദുഃഖത്തിൽ പങ്കുള്ളവരാകണം. പക്ഷേ പരിശുദ്ധ ആരാധന ദൈവരാജ്യത്തിൻ്റെ വലിയൊരു വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയിൽ ആയിരിക്കണം. മറ്റുള്ളവരത് ചെയ്യട്ടെ, നീ ദൈവരാജ്യം പ്രസംഗിക്കുക, നീ എന്നെ അനുഗമിക്കുക എന്നുള്ളത്. അടുത്തെഴുതിയിരിക്കുന്നത് ഞാൻ പോയി കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കുക, ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണമേ. ഇതൊരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ്. വീട്ടിലുള്ളവരോട് യാത്ര പറഞ്ഞാൽ എല്ലാവരുടെ അനുവാദത്തോടെ നമുക്ക് ആർക്കും ദൈവത്തെ അനുഗമിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയാ. യേശുവിനെ അനുഗമിക്കുവാൻ തുടങ്ങിയ സമയങ്ങളിലേക്ക് പറഞ്ഞു ഞാൻ അനുവാദത്തോടെ നടക്കാൻ സാധ്യതയില്ല. ഹല്ലേലൂയാ. പക്ഷെ കർത്തൃസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്താൽ ദൈവം അതിനുള്ള അനുവാദം നമുക്ക് തരും. ദൈവം അതിനുള്ള അവസരങ്ങളെ നമുക്ക് വേണ്ടിയിട്ട് വേർതിരിച്ച് നൽകപ്പെടണം. അതിൽ നമ്മൾ തൃപ്തിപ്പെടുവാനായിട്ട് കഴിയപ്പെടണം എന്നുള്ളതാണ് ദൈവവചനത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കലപ്പയ്ക്ക് കൈവച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കുക. കലപ്പയ്ക്ക് കൈവയ്ക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇതിൻ്റെയൊക്കെ ഇന്നർ മീനിങ് എന്ന് പറയുന്നത് പ്രാരാബ്ദങ്ങളാണ്. ഞാൻ പോയി അനുവാദം ചോദിക്കട്ടെ, ഞാൻ അപ്പനെ കുഴിച്ചിടട്ടെ. ഇതൊരു മനുഷ്യന് ഭൗതിക ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ്. ഈ ഉത്തരവാദിത്തങ്ങളിലേക്ക് പിന്നത്തേതിൽ തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല, ഞാൻ കുറച്ചുകൂടെ ഡീപ്പായി പറയുകയാണെങ്കിൽ എലിശായെ ദൈവം വിളിച്ചു വരുന്നത് കലപ്പയും കാളയും ഒക്കെ അവിടെ ഉണ്ട്. കലപ്പയും കാളയും വെച്ച് നോക്കുന്ന സമയത്തിൽ അവൻ അതിനെല്ലാം നശിപ്പിച്ചിട്ട് അതിനെല്ലാം മാറ്റിവെച്ചിട്ട് മുമ്പിലേക്ക് ഇറങ്ങിയതുപോലെ നമുക്ക് പരിശുദ്ധ ആരാധനാ ദിവസങ്ങളിൽ 100 കാര്യങ്ങൾ കടന്നു വരും.
നമ്മൾ അതിലൊരിക്കലും ചെന്ന് തല കൊടുക്കാൻ പാടില്ല. ഞാൻ ഇന്നലെ മൈൻഡ് സെറ്റ് ചെയ്ത് എങ്ങനെയാണ്, ഇന്ന് എനിക്ക് ആരാധനയ്ക്ക് പോകണം, ഇന്ന് എനിക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കണം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കടന്നു വരുന്ന ഉത്തരവാദിത്തങ്ങളിൽ നമ്മൾ ചെവി കൊടുക്കരുത്. അതിൻ്റെ ഇടയിൽ കടന്നു വരുന്ന ഉത്തരവാദിത്തങ്ങളിൽ നമ്മൾ താല്പര്യം കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായമാണ് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 61 മുതൽ, ഒരുത്തൻ കർത്താവേ ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം ഞാൻ എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ എനിക്ക് അനുവാദം തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അടുത്ത് പറഞ്ഞത് യാത്ര അയപ്പിന് അല്ലെങ്കിൽ അനുവാദം വീട്ടിലോട് ചെന്ന് യാത്ര ചോദിച്ചേച്ച് വരട്ടെ. ദൈവം ഒരിക്കലും അത് അംഗീകരിച്ചില്ല. മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് കടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാക്യത്തിലേക്ക് നമുക്ക് കടക്കുവാനായിട്ട് കഴിയപ്പെടും. വിശുദ്ധ മത്തായി സുവിശേഷം 22:2 മുതൽ, സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. അവർക്കോ വരുവാൻ മനസ്സായില്ല. പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു. എന്റെ മുത്താഴം ഒരുക്കി തീർത്തു, എന്റെ കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്തു, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, കല്യാണത്തിന് വരുവിൻ എന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തന്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തന്റെ വ്യാപാരത്തിനും പൊയ്ക്കളഞ്ഞു. ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു. മതി. ഇവിടെ ദൈവരാജ്യത്തിന്റെ മറ്റൊരു സിസ്റ്റത്തെ കുറിച്ച് എഴുതിക്കുന്നു. കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകിലേക്ക് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നതല്ല. ഞാൻ സിമ്പിളായിട്ട് പറയട്ടെ, നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ വരും ദൈവത്തെ അനുഗമിക്കാൻ. ഈ തടസ്സങ്ങളെ നമുക്ക് ജയിക്കുവാൻ കഴിയണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒത്തിരി തടസ്സങ്ങൾ നമുക്ക് കടന്നു വരും. പെട്ടെന്ന് നമ്മളൊരു മാർക്കറ്റിൽ പോകുമ്പോൾ നമുക്കൊരു ചർച്ചിൽ പോകാൻ പറ്റിയെന്ന് വരത്തില്ല. പെട്ടെന്ന് നമുക്കൊരു ജോലിക്ക് പോകുന്നത് പോലെ നമുക്ക് ചർച്ചിൽ പോകാൻ പറ്റിയെന്ന് വരത്തില്ല. നമുക്ക് പെട്ടെന്നൊരു അനായാസം ഒരു കല്യാണ വീട്ടിൽ പോകുന്ന പോലെ നമുക്കൊരു ചർച്ചിൽ പോയെന്ന് വരാൻ പറ്റില്ല. അവിടെ തടസ്സങ്ങൾ സ്വാഭാവികമായി വരും. കാരണം ഇത് രണ്ട് ശക്തികൾ തമ്മിലുള്ള വെല്ലുവിളിയാണ്. ഒന്ന് ദൈവത്തിൻ്റെ ശക്തിയും മറ്റൊന്ന് പിശാചിൻ്റെ ശക്തിയും. സാത്താന്യ ശക്തികൾ എപ്പോഴും എഗെയിൻസ്റ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, വിപരീതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, എങ്ങനെയും തടസ്സപ്പെടുത്തി നിൽക്കും. അപ്പോൾ ഇതിനെ അതിജീവിച്ച് നമ്മൾ വരാൻ വേണ്ടിയാണ് കർത്താവ് ഇങ്ങനെയുള്ള വാക്യങ്ങൾ അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. അതൊരു വാണിംഗ് കൂടിയാണ്. കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകിലേക്ക് നോക്കരുത്. നമ്മൾ മനസ്സിനെ പ്രാർത്ഥനയ്ക്ക് പോകാനും ആരാധനയ്ക്ക് പോകാനും നമ്മുടെ വീട്ടിനകത്തൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് മനസ്സിനെ നമ്മൾ ആ വിധത്തിൽ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കരുത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുവാൻ തുടങ്ങുന്ന സമയത്തിൽ ദൈവം നമുക്ക് ചില വാണിംഗ് തന്നിട്ടുണ്ട്. കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകിലേക്ക് നോക്കരുത്. ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിച്ചു. എന്താ? ദൈവരാജ്യമാണ്. നമ്മൾ ദൈവത്തെ അനുഗമിക്കാൻ തീരുമാനിച്ചു, ദൈവത്തെ നമ്മൾ അംഗീകരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലോകത്തിൻ്റെ ഒരുപാട് കാര്യാദികൾ നമ്മളെ തേടി കടന്നു വരും. പക്ഷേ തിരിഞ്ഞു നോക്കാനായിട്ട് പാടില്ല എന്നുള്ളതായിരിക്കുന്നു. ഇവിടെ കല്യാണത്തിന് വിളിച്ചതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്തിൽ മത്തായി സുവിശേഷം 22 യേശു പിന്നെയും അവനോട് ഉപമകളായി പ്രസ്താവിച്ചു. സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി കല്യാണം കഴിച്ച രാജാവിനോട് സദൃശ്യം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിൻ്റെ ദാസന്മാരെ പറഞ്ഞയച്ചു, അവർക്കോ വരുവാൻ മനസ്സായില്ല. അപ്പോൾ ഈ ദൈവരാജ്യം സ്വർഗരാജ്യം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളിനി സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല, നമ്മൾ ഇവിടുത്തെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മനസ്സുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, ക്ഷണിക്കപ്പെട്ടു. ഒരു വിവാഹത്തിനോട് സാമ്യപ്പെടുത്തി അവിടെ എഴുതിയിരിക്കുകയാണ്. തൻ്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദ്യം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു, അവർക്കോ വരുവാൻ മനസ്സില്ലായിരുന്നു. പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ച്, അവൻ എൻ്റെ മുത്താഴവും ഒരുക്കിയിരിക്കുന്നു, എൻ്റെ കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്ത് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, കല്യാണത്തിന് വരുവനെന്ന് ക്ഷണിച്ചതുകൊണ്ട് അറിയിച്ചു. അവരത് കൂട്ടാക്കാതെ ഒരുത്തൻ നിലത്തിലേക്കും മറ്റൊരു തൻ്റെ വ്യാപാരത്തിനും പൊയ്ക്കളഞ്ഞു. ശേഷമുള്ളവർ അവൻ്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു. ഇവിടെ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാം ഒരുക്കി. വീടൊരുക്കി, ജോലി ഒരുക്കി, സ്തോത്രം, ആമേൻ, വരുമാന മാർഗങ്ങൾ ഒരുക്കി, ആരോഗ്യമൊരുക്കി, സ്തോത്രം, അവർക്കുള്ളതെല്ലാം ഒരുക്കി. അതാണ് സദ്യ. അതാണ് ആ വിവാഹത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം ഒരുക്കിയിട്ട് അവരോട് വരാൻ പറ. ഇത് വന്ന് ഭക്ഷിക്കാൻ നീ വാ,
ഇത് വന്ന് സംബന്ധിക്കാൻ വേണ്ടിയിട്ട് വരിക, ഇത് വന്ന് അനുഭവിക്കാൻ വരിക എന്ന് പറഞ്ഞ് വിളിച്ച സമയത്തിൽ ഇവർ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് ഇവർ മാറാൻ തീരുമാനിച്ചു. സുഹൃത്തുക്കളെ, നിങ്ങളിൽ പലരും അനുഗ്രഹം പ്രാപിച്ചവർ ഈ കൂട്ടത്തിലുണ്ട്. ക്രിസ്തുവിനെ അനുഗമിച്ച് അനുഗ്രഹം പ്രാപിച്ചവർ, ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച നന്മ പ്രാപിച്ചവർ. എന്താ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം എല്ലാം ഒരുക്കി വെച്ചിട്ട് നിങ്ങളെ ക്ഷണിച്ചു, നിങ്ങൾ വന്നതുകൊണ്ട് കിട്ടി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം എന്നെ വിളിച്ചു, ഞാൻ വന്നതുകൊണ്ട് ദൈവം എനിക്ക് വേണ്ടി വച്ചിരുന്ന നന്മകൾ എനിക്ക് കിട്ടി. പക്ഷേ എൻ്റെ ഒപ്പം വിളിച്ച ഒത്തിരി പേര് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. വിശ്വാസത്തിലുള്ള പലരും വഴിക്ക് വെച്ച് ക്ഷീണിച്ചു പോയി, പലരും അതിനകത്ത് ഇല്ല, പലർക്കും ആ വിളി കേട്ട് പുറപ്പെടുവാൻ കഴിഞ്ഞില്ല. പക്ഷേ അവർക്കാർക്കും ഒരുക്കി വെച്ചിരുന്ന നന്മ അനുഭവിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഒത്തിരി പേര് ഇറങ്ങിത്തിരിച്ചു, പക്ഷെ ദൈവം എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് നമ്മളെ വിളിക്കുന്നത്. നമ്മൾ വന്ന ഉടനെ ചിലപ്പോൾ നമുക്ക് വിളമ്പി തരത്തില്ല. കല്യാണ വീട്ടിലൊക്കെ പോയിട്ടില്ലേ, ഒരല്പം ചിലപ്പം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഹല്ലേലൂയാ, അല്ലേ? ശരിയാണ്. ഇവിടെ ദൈവം എല്ലാം ഒരുക്കി വെച്ചിട്ട് കല്യാണത്തിന് വിളിച്ചുവെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് വിളമ്പുകാരൻ വന്ന് എത്തൂല. ശകല സമയം എടുക്കും, ഇത്രയും പേരിരിക്കുകയല്ലേ. ഹല്ലേലൂയാ. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം, എല്ലാം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുക, എല്ലാം നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ്, എല്ലാം നമുക്ക് വേണ്ടിയിട്ട് ശരിയാക്കി വെച്ചിരിക്കുക, എല്ലാം നമുക്ക് വേണ്ടിയിട്ട് ക്രമീകരിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മൾ പോയി കഴിച്ചില്ല, നമ്മൾ പോയി അത് അനുഭവിച്ചില്ല, നമ്മൾ അതിലേക്ക് ചെന്നെത്തിയില്ല, നമ്മൾ അതിനെ പോയി പ്രാപിക്കുവാൻ ആയില്ല. നമ്മൾ 100 ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന് അന്യപ്പെടപ്പെടുമ്പോൾ കർത്താവ് ഇതിൻ്റെ ദൈവരാജ്യത്തോട് സാമ്യപ്പെടുത്തി സംസാരിക്കുക. ഹല്ലേലൂയാ. നിങ്ങൾക്ക് ആശയങ്ങൾ മനസ്സിലാകുന്നുവോ? എല്ലാം ഒരുക്കി വെച്ചു. നിങ്ങളുടെ മക്കൾക്കുള്ളത് അവൻ ഒരുക്കി വെച്ചു, നിങ്ങൾക്കുള്ളത് അവൻ ഒരുക്കി വെച്ചു, നിങ്ങളുടെ ദൈനംദിന വൃത്തിക്കുള്ളതെല്ലാം അവൻ ഒരുക്കി വെച്ചു. നിങ്ങളുടെ പിതാവിന് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നന്നായിട്ടറിയാം. പലപ്പോഴും പലയിടങ്ങളിലും ഒരുക്കി വെച്ചിക്കാറുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് പലപ്പോഴും അറിയാറില്ല, നമ്മൾ അതിനെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറില്ല, നമ്മൾ അതിനെക്കുറിച്ച് പലപ്പോഴും മനസ്സിലാക്കാറില്ല. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചു. പക്ഷെ നിങ്ങൾ ക്ഷണിച്ചപ്പോൾ നിങ്ങൾ എക്സ്ക്യൂസ് പറയുക. എന്താ നിങ്ങൾ പറഞ്ഞ എക്സ്ക്യൂസ് എന്ന് പറയപ്പെടുന്നത്? സ്വത്ര അത് കൂട്ടാക്കാതെ ഒരുത്തൻ തൻ്റെ കല്യാണത്തിന് വരുവിനെന്ന് ക്ഷണിച്ചവരുടെ അവനത് കൂട്ടാക്കാതെ ഒരുത്തൻ തൻ്റെ നിലത്തിലേക്ക് മറ്റൊരുവൻ തൻ്റെ വ്യാപാരത്തിനും പോയി കളഞ്ഞു. ഒരുത്തൻ നിലത്തിലേക്ക് പോയി, ജോലി എന്നും പറഞ്ഞുകൊണ്ട് പോയി. അപ്പോൾ ഇവിടെ ഒരാൾ ജോലിക്ക് പ്രാതിനിധ്യം കൊടുത്തു. എന്താ അതിൻ്റെ ആ ഒരു വ്യക്തിയുടെ മനോഭാവം എന്തായിരിക്കുന്നു? ജോലിക്ക് പ്രാതിനിധ്യം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ആ വ്യക്തി ധനത്തെ അധികമായി സ്നേഹിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്താ ധനം? ബൈബിൾ പറഞ്ഞത് ധനത്തിന് മാമോൻ എന്നാണ്. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുവാൻ സ്നേഹിക്കുവാൻ കഴിയത്തില്ല. മാമോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലിട്ട് അത് വേറൊരു ലെവലിൽ പറഞ്ഞാൽ ഒരു യജമാനൻ എന്നുള്ളത്, അത് പിശാചാണ്, സാത്താൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ പണത്തിന് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമെന്ന് പറയുന്നത് അതിനെ ഒരു യജമാനനായി കാണാൻ പാടില്ല, അതിനെ ഒരു മാസ്റ്ററായിട്ട് നമ്മൾ കാണാൻ പാടില്ല, അതിനെ എപ്പോഴും ഒരു ദാസനായി തന്നെ കാണണം. ഒരു മനുഷ്യന് ജീവിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ചില ടൂൾസുകളിൽ ഒരു ടൂളാണ് സാമ്പത്തികമെന്ന് പറയുന്നത്. നിനക്ക് സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം തന്നിരിക്കപ്പെടുന്ന വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ് കാശ്, ഡീസൽ അടിക്കാനും പെട്രോൾ അടിക്കാനും. നമുക്ക് ദൈനംദിനം ജീവിക്കാനായിട്ടുള്ള ഭക്ഷണം വാങ്ങിക്കാനുള്ള ടൂളാണ് അല്ല നമ്മുടെ യജമാനനല്ല. ആ പുള്ളി പറയും പോലെ അല്ല നമ്മൾ ജീവിക്കേണ്ടത്, പണം പറയും പോലെ അല്ല നമ്മൾ ജീവിക്കേണ്ടത്, കാശ് പറയും പോലെ അല്ല ജീവിക്കേണ്ടത്, ഉപജീവന മാർഗം പറയും പോലെ അല്ല നമ്മൾ ജീവിക്കേണ്ടത്, വരുമാന മാർഗം പറയും പോലെയല്ല, മാസ്റ്റർ പറയും പോലെ ജീവിക്കണം. ഹല്ലേലൂയാ. ആരാണ് നമ്മുടെ മാസ്റ്റർ? നമ്മുടെ ദൈവമാണ് മാസ്റ്റർ. അപ്പോൾ അങ്ങനെ അതിന് 2ാം സ്ഥാനം നമ്മൾ കൊടുക്കുമ്പോൾ, അതിനെ നിർത്തേണ്ടടുത്ത് നിർത്തുമ്പോൾ അവിടെ നമുക്ക് ഷോർട്ടേജ് ഉണ്ടാകത്തില്ല, അതിന് നമുക്ക് ബുദ്ധിമുട്ട് വരത്തില്ല. കർത്താവ് യജമാനെ വിളിക്കുകയാണ്, വാ ഇന്ന് ജോലിക്ക് പോകണ്ട, ഇന്ന് ഈ കല്യാണ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് നീ എൻ്റെ അടുക്കലേക്ക് വാ എന്ന് പറയുന്നു. അപ്പോൾ പുള്ളി പറയുകയാണ്, ഇല്ല, ഞാൻ ഇന്ന്
നിലത്തിലേക്ക് പോവുകയാണ്, നിലത്തിലേക്ക് പോവുകയാണ്. എനിക്ക് വയലിലേക്ക് പോവുകയാണ്. ആ കാലഘട്ടത്തിൽ കൂടുതലും കൃഷിയാണല്ലോ. അതുകൊണ്ടാണ് ഉപജീവന മാർഗം എന്നുള്ള അർത്ഥത്തിൽ അതിനെ കൃഷിയോട് സാമ്യപ്പെടുത്തി നിലമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിലത്തിലേക്ക് പോകുകയാണ്. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? മാസ്റ്ററിനേക്കാളും കൂടുതൽ സ്ഥാനം, മാനം ഈ വരുമാന മാർഗത്തിന് കൊടുക്കുന്നു, ഈ ജോലിക്ക് കൊടുക്കുന്നു. ജോലിക്ക് കൊടുത്തതോടുകൂടി തന്നെ അവിടെ ഒരു അനുസരണക്കേട് കടന്നു വരപ്പെടുന്നു. രണ്ടാമത്തെ ആൾ എന്താ ചെയ്തത്? മറ്റൊരുത്തൻ വ്യാപാരത്തിലേക്ക് പൊയ്ക്കളഞ്ഞു. ശേഷമുള്ളവർ അവൻ്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ചു. അപ്പോൾ 3 കൂട്ടർ. കുറേ പേർ രാജാവ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, നിങ്ങൾ വന്ന് ഇത് അനുഭവിക്കണം, ഈ നന്മകൾ നിങ്ങൾ വന്നാലേ നിങ്ങൾക്ക് ഈ സദ്യ ഞാൻ തരത്തുള്ളൂ, നിങ്ങൾ എന്നെ അനുഗമിച്ചാലേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് തരത്തുള്ളൂ, പക്ഷേ നിങ്ങൾ വരാതെ ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, എനിക്ക് സമയമില്ല, എനിക്ക് അങ്ങയുടെ നന്മ എനിക്ക് വേണ്ട, അങ്ങയുടെ അനുഗ്രഹം എനിക്ക് വേണ്ട, ഞാൻ ജോലിക്ക് പോവുകയാണ്, എനിക്ക് നിലത്തിലേക്ക് പോവുകയാണ്. ഒരു വിഭാഗക്കാർ അങ്ങനെ. മറ്റൊരാൾ പറഞ്ഞു വ്യാപാരത്തിന് പോയി, ബിസിനസ്സിന്, കച്ചവടത്തിന് വേണ്ടി പോയി. വ്യാപാരത്തിന് വീണ്ടും പറയുന്നു, നിങ്ങൾക്കുള്ളത് ഞാൻ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ വന്നത് പ്രാപിച്ചെടുക്കുക. അപ്പോൾ പറഞ്ഞു, വേണ്ട, ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾ ഞങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച്, ഞങ്ങളുടെ കഴിവ് ഉപയോഗിച്ച്, ഞങ്ങളുടെ അറിവ് ഉപയോഗിച്ച് ഞങ്ങൾ വ്യാപാരത്തിന് വേണ്ടിയിട്ട് കടന്നു പോകുന്നു. പത്രോസ് വ്യാപാരിയായിരുന്നു. പത്രോസ് എന്താ, പടകിൽ ബിസിനസ് ചെയ്തു, പക്ഷെ ഒന്നും കിട്ടിയില്ല. കിട്ടാതിരുന്ന സമയത്തിൽ യേശു കർത്താവ് പറഞ്ഞത്, പടകിൻ്റെ വലതു ഭാഗത്തിലേക്ക് വല വീശാൻ പറഞ്ഞു. തിയറി അനുസരിച്ച് അതിനകത്ത് ഒരു മത്സ്യം കിട്ടാൻ സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. ഒരിക്കലും ഒരു മത്സ്യം കിട്ടാൻ സാധ്യതയില്ല. കാരണം പത്രോസിന് അറിഞ്ഞൂടാ തിയറിയാണോ എന്ന് യേശു കർത്താവിന് അറിയുന്നത്. പക്ഷേ ആ തിയറിയിലല്ല ആശ്രയിച്ചത് പത്രോസ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ സ്വത്രം, ഒരുത്തൻ വ്യാപാരത്തിന് പോയി, അവൻ്റെ തിയറി അനുസരിച്ച് അവന് നല്ലതെന്ന് അതാണ് തോന്നിയത്. പക്ഷെ അവൻ നേരെ തിരിച്ചു ചിന്തിച്ചില്ല. എൻ്റെ മാസ്റ്റർ എന്ന് പറയപ്പെടുന്നത് എൻ്റെ വ്യാപാരമല്ല, എൻ്റെ മാസ്റ്റർ എന്ന് പറയപ്പെടുന്നത് എൻ്റെ ദൈവമാണ്. അതുകൊണ്ട് എൻ്റെ കർത്താവ് എന്നെ ആകർഷിച്ച സ്ഥലത്തിലേക്ക് ഞാൻ പോകും, ദൈവം എന്നെ ക്ഷണിച്ചിടത്തിലേക്ക് ഞാൻ പോകും. ഞാൻ മറ്റൊരു ഭാഗത്തിലെ ഞാൻ 2ാം സ്ഥാനം മാത്രം കൊടുക്കുന്നു എന്നുള്ളത്. വേറൊരാൾ എന്താ ചെയ്തത്? ശേഷമുള്ളവനവരെ ഒരുവൻ കൂട്ടാക്കാതെ ഒരുത്തൻ നിലത്തിലേക്കും മറ്റൊരുവൻ തൻ്റെ വ്യാപാരത്തിന് പോയി. ശേഷമുള്ളവൻ അവൻ്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ചു കൊന്നുകളഞ്ഞു. കുറേ പേര് വിളിച്ചിട്ട് പോകാതെയില്ല, ക്ഷണിക്കാൻ വന്നവരെ ഉപദ്രവിച്ചു, ക്ഷണിക്കാൻ വന്നവരെ പരിഹസിച്ചു, ക്ഷണിക്കാൻ വന്നവരെ ഉപദ്രവിച്ചു, കൊന്നുകളഞ്ഞു. എന്ന നിങ്ങളൊരാളെ ചർച്ചിലേക്ക് വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചിലർ പരിഹസിക്കും, നിങ്ങൾ തിരിച്ച് പ്രതികരിക്കരുത്. ഹല്ലേലൂയാ. ബൈബിളിനകത്ത് വ്യവസ്ഥയുണ്ട്. കല്യാണം ഒരുക്കി വെച്ചിട്ട് നിങ്ങൾ ആൾക്കാരെ ചെന്ന് വിളിച്ചുകൊണ്ട് വാന്ന് പറയുമ്പോൾ, വിളിക്കാൻ പോകുമ്പോൾ എല്ലാവരും വരണമെന്നില്ല. പക്ഷേ നമ്മൾ വിളിക്കേണ്ടത് നമ്മുടെ കടമയാണ്, ക്ഷണിക്കേണ്ടത് നമ്മുടെ കടമയാണ്. സ്തോത്രം. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഒരു സിസ്റ്റമാണ് ഞാനിവിടെ പറഞ്ഞത്. രാജാവോസൻ എന്ത് ചെയ്തു? കോപിച്ച് സൈന്യങ്ങളെ അയച്ചു, ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. അവരവസാനം വട്ടപൂജ്യമായി. ആര്? ക്ഷണിച്ചിട്ട് വരാത്തവർ, ക്ഷണിക്കാൻ പോയവരെ അപമാനിച്ചവരെ അവൻ മുടിച്ചു. മുടിക്കുക എന്നുള്ള വാക്ക് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വാക്കാണ്. മുടിച്ചു കളഞ്ഞു, മുടിഞ്ഞു പോയി. അടുത്തെന്ത് ചെയ്യുന്നു? കോപിച്ച് സൈന്യങ്ങളെ അയച്ച് കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. അവർ നിമിത്തം അവരുടെ പട്ടണത്തെയും വരെയും ചുട്ടുകളഞ്ഞു. പിന്നെ അവൻ ദാസന്മാരോട്, കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരല്ലാകയാൽ വഴിത്തലക്കൽ ചെന്ന് കാണുന്നവരൊക്കെയും കല്യാണത്തിന് വിളിപ്പിനെന്ന് പറഞ്ഞു. ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെ എല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് കല്യാണശാല, വിരുന്നുശാല കൊണ്ട് നിറഞ്ഞു. ഞാനും നിങ്ങളും ഈ കല്യാണത്തിന് വന്ന് പെടാനുള്ള കാരണം, ക്ഷണിച്ചവർ പലരും വരാത്തത് കൊണ്ടാണ്. വഴിവെച്ചിൽ കിടന്ന ദുഷ്ടന്മാരായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇതിനകത്ത് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ചാൻസ് കിട്ടിയിരിക്കുന്നത്. വിളിക്കപ്പെട്ടവർ പലരും വന്നില്ല. അതിൻ്റെ വേറൊരു ഇന്നർ മീനിങ് ആണ്, ഇസ്രായേലിയരാണ് വിളിക്കപ്പെട്ടവർ, അവർ വന്നില്ല. അതുകൊണ്ട് ഇന്ത്യക്കാരായിരിക്കുന്ന നമ്മളെയൊക്കെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. ഈ വാക്യത്തിലൂടെ കർത്താവ് നിങ്ങൾ ഒരിക്കൽ കൂടി ആത്മീയമായി വർദ്ധിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.